നമസ്കാരം. നരേന്ദ്രാസ് ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സിൻ്റെ 4ാം എപ്പിസോഡിലേക്ക് നാം കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് നാമങ്ങളിൽ എന്ന പോലെ ക്രിയകളിലും ഇംഗ്ലീഷിൽ ഏകവചനവും ബഹുവചനവും ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. നാമങ്ങളിൽ ഒരു നാമത്തിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്തുകൊണ്ട് ഒരു നാമത്തെ ബഹുവചനമാക്കുമെങ്കിൽ അതിൻ്റെ നേരെ വിപരീതമാണ് ക്രിയയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഒരു അടിസ്ഥാന ക്രിയയുടെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേരുമ്പോൾ ആ ക്രിയാരൂപം ഏകവചനമാകും എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഒരു അടിസ്ഥാന ക്രിയ. അപ്പൊ എന്താണ് അടിസ്ഥാന ക്രിയ? ഉദാഹരണം പറഞ്ഞാൽ ഗോയിങ് എന്നുള്ള ക്രിയാരൂപം അല്ലെങ്കിൽ ഈസ് ഗോയിങ് എന്നുള്ള ക്രിയാരൂപം ഏതിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഗോ എന്ന് പറയുന്ന ക്രിയയിൽ നിന്നാണ്. ഗോയിൽ നിന്നാണ് ഗോസ്, ഗോൺ, ഈസ് ഗോയിങ്, വാസ് ഗോയിങ്, ആർ ഗോയിങ്, ഗോൺ, പിന്നെ ഹാസ് ഗോൺ, ഹാവ് ഗോൺ, ഹാഡ് ഗോൺ, വിൽ ഗോ, വിൽ ബി ഗോയിങ്, വിൽ ഹാവ് ബീൻ ഗോയിങ് എല്ലാം വരുന്നത് ഏതിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോ എന്ന് പറയുന്ന ക്രിയയിൽ നിന്നാണ്. അപ്പൊ ഏത് ക്രിയയിൽ നിന്നാണോ ഒരു ക്രിയയുടെ വിവിധ രൂപങ്ങളായി മാറുന്നത് അതിനെയാണ് നമ്മൾ അടിസ്ഥാന ക്രിയ എന്ന് പറയുന്നത്. അടിസ്ഥാന ക്രിയക്ക് ഇംഗ്ലീഷിൽ ബേസ് വെർബ് എന്ന് പറയും. ബേസ് വെർബ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി V1 ക്രിയയുടെ 1ാം രൂപം എന്ന രീതിയിൽ നമുക്ക് താൽക്കാലികമായിട്ട് ഓർത്തിരിക്കാം. അപ്പോൾ ഒരു ബേസ് വെർബിനോടൊപ്പം അടിസ്ഥാന ക്രിയയോടൊപ്പം എസ് അല്ലെങ്കിൽ ഇ എസ് ചേർന്ന രൂപത്തെയാണ് ഏകവചന ക്രിയ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഉദാഹരണവുമായിട്ട് നമുക്ക് അതിനെ ഒന്ന് പരീക്ഷിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ ക്രിയ ഏകവചനത്തിലും സബ്ജക്റ്റ് ബഹുവചനമാണെങ്കിൽ ക്രിയ ബഹുവചനത്തിലും ആകണം എന്നുള്ളത്. ഹി ഗോസ് ടു സ്കൂൾ. ഹി എന്നുള്ളത് ഏകവചനമാകുമ്പോൾ അതിനെ തുടർന്ന് വരുന്ന ക്രിയയും ഏകവചനമാകണം എന്നുള്ളത് കൊണ്ട് ഹി ഗോസ് എന്ന് വരും. ഹി ഡ്രൈവ്സ് എ കാർ. ഷീ ഡ്രോസ് എ പിക്ചർ. രാജു റൺസ് ഫാസ്റ്റ്. ഗോപി കംസ്. അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് സബ്ജക്റ്റ് ഏകവചനമായതുകൊണ്ട് സബ്ജക്റ്റിനോടൊപ്പം തുടർന്ന് വരുന്ന ക്രിയ ഏകവചനമാകേണ്ടത് കൊണ്ട് എസ് ഒ ഇ എസ് ഒ ചേർന്ന അടിസ്ഥാന ക്രിയയോടൊപ്പം എസ് ഒ ഇ എസ് ഒ ചേർന്ന രൂപമാണ് ഏകവചന ക്രിയ എന്നുള്ളത് കൊണ്ടാണ് ഹി എന്ന സബ്ജക്റ്റ് വരുമ്പോൾ ഗോസ് എന്ന് പറയുന്ന ക്രിയാരൂപം വരുന്നത്. ഹി ഗോസ്, ഹി ഡ്രൈവ്സ്, ദി ഗേൾ ഡാൻസസ്, she writes a letter, the teacher teaches English. അപ്പൊ സബ്ജക്റ്റ് ഏകവചനമാകുമ്പോൾ തുടർന്ന് വരുന്ന ക്രിയാരൂപവും ഏകവചനമാകണം. ഒരു അടിസ്ഥാന ക്രിയയോടൊപ്പം എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്ത ക്രിയാരൂപമാണ് ഏകവചനം. അത് പ്രധാനമായും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി എസ് ഒ ഇ എസ് ഒ ചേർത്ത രൂപമാണ് ഏകവചനമെങ്കിൽ എസ് ഒ ഇ എസ് ഒ ഇല്ലാത്ത രൂപം, വേറെ രീതിയിൽ പറഞ്ഞാൽ അടിസ്ഥാന ക്രിയാരൂപം, ആ രൂപത്തെ നമുക്ക് വേണമെങ്കിൽ ബഹുവചന ക്രിയ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ദേ ഗോ, ദ സ്റ്റുഡൻസ് കം ടു സ്കൂൾ, ദ ടീച്ചേഴ്സ് teach.
ദി ഗേൾസ് ഡാൻസ്. ബഹുവചനം വരുമ്പോൾ ബഹുവചന ക്രിയ വരണം. അപ്പൊ നമ്മൾ അടിസ്ഥാനപരമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം, അടിസ്ഥാന ക്രിയാരൂപമാണെങ്കിൽ അത് ബഹുവചന ക്രിയാരൂപവും, അടിസ്ഥാന ക്രിയയോടൊപ്പം എസ്ഒ ഇഎസ്ഒ ചേർന്ന രൂപമാണെങ്കിൽ ഏകവചന ക്രിയാരൂപമായിരിക്കും. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും ആളുകൾ തെറ്റിക്കുന്ന ഒരു കാര്യമാണ് ക്രിയാരൂപത്തിന്റെ ഈ ഒരു പ്രത്യേകത. He buys a box. BUYS buys. He buys. They buy. He plays. They play. We study English grammar. He studies English grammar. She eats an apple. They eat apples. ഇതാണ് ക്രിയയുടെ ഏകവചന രൂപം. അപ്പൊ അതുകൊണ്ട് ഇത് പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ചില ഉദാഹരണങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ, രാജു ഡ്രിങ്ക്സ് കോഫി എന്നാണോ പറയുക, ഡ്രിങ്ക് കോഫി എന്നാണോ പറയുക എന്ന് നമ്മൾ ചിന്തിക്കുക. ഇപ്പോ ഫിൽ ഇൻ ദി ബ്ലാങ്ക് ആയിട്ടാണ് തന്നിരിക്കുക. ബ്രാക്കറ്റില് രാജു ഡാഷ് കോഫി, ബ്രാക്കറ്റിൽ ഡ്രിങ്ക് എന്ന് തന്നിട്ടുണ്ട്, ഡ്രിങ്ക്സ് എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഏതെഴുതും? രാജു ഡ്രിങ്ക്സ് കോഫി എന്ന് എഴുതും. എന്താ കാരണം എന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഡ്രിങ്ക്സ് ഏകവചനവും ഡ്രിങ്ക് ബഹുവചനവുമാണ്. ഇംഗ്ലീഷിലെ നിയമം അനുസരിച്ച് സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ ക്രിയ ഏകവചനമാകണം എന്നുള്ളത് കൊണ്ടാണ് രാജു ഡ്രിങ്ക്സ് എന്ന് എഴുതുക. ഇത് കറക്റ്റ് സെന്റൻസിൽ വന്നിരിക്കുക. ഗ്രേസി സിങ്സ് എ സോങ്. ഗ്രേസി സിംഗ് എ സോങ്. ഇതിൽ ഏതാണ് ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ് ശരി ഉത്തരം എഴുതുക? ഗ്രേസി സിംഗ്സ് എ സോങ്. എന്താ കാരണം? ദി സബ്ജക്ട് ഇൻ ദാറ്റ് സെന്റൻസ്, ദി സബ്ജക്ട് ഗ്രേസി ഈസ് സിംഗുലർ. So the following verb must also be in singular. അപ്പൊ ഗ്രേസി കഴിഞ്ഞ് വരുന്ന ക്രിയാരൂപം എന്ന് പറയുന്നത് സിങ്സ് എന്നുള്ളത് ഏകവചനാണ്, സിംഗ് എന്നുള്ളത് ബഹുവചനവും, സിങ്സ് എന്നുള്ളത് ഏകവചനവും. അതുകൊണ്ട് ഗ്രേസി സിങ്സ്. അപ്പൊ അത് കറക്റ്റാണ്. അപ്പൊ ഇത് അടിസ്ഥാനപരമായും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഇതിനോടൊപ്പം പറയാനുള്ളൊരു കാര്യം, ക്രിയകളിൽ നമ്മൾ ഏകവചനവും ബഹുവചനവും നമ്മളിവിടെ പ്രതിപാദിച്ചു. അപ്പൊ നമുക്ക് ഇതിനെ സംബന്ധിക്കുന്ന തന്നെ നിരവധി ഉത്തരങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം, ഞാൻ നേരത്തെ അടിസ്ഥാന ക്രിയയെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഗോ എന്ന് പറയുന്ന വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം എന്താ? അടിസ്ഥാന ക്രിയാരൂപമാണെങ്കിൽ ഗോ പോവുക, കം വരിക, ഗിവ് കൊടുക്കുക അല്ലെങ്കിൽ തരിക, ബൈ വാങ്ങിക്കുക, ബ്രിങ് കൊണ്ടുവരിക. ഇത് അടിസ്ഥാന ക്രിയ. അങ്ങനെയാണെങ്കിൽ ദേ ബ്രിങ് എന്ന് നമ്മൾ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞ രീതി അനുസരിച്ച് ദേന്റെ അർത്ഥം എന്താ? അവർ. ബ്രിങ് എന്ന് പറഞ്ഞാലോ കൊണ്ടുവരിക. അപ്പോ ദേ ബ്രിങ്, ദേ അവർ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതൊരു വാചകമാകുന്നില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദേ ബ്രിങ് അവർ കൊണ്ടുവരുന്നു എന്നുള്ള അർത്ഥം വരണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു സഹായക്രിയ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദേ ബ്രിങ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ചിന്തിക്കണം, അതിനകത്ത് ഉള്ളിൽ ഒരു സഹായക്രിയ ഉണ്ട്. അല്ലെങ്കിൽ ദേ ബ്രിങ് എന്ന് പറയുമ്പോൾ അവർ കൊണ്ടുവരിക എന്നായിരിക്കും പറയുക. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഷീ പ്ലേസ്. ആ പ്ലേസ് എന്ന് വരുമ്പോൾ പ്ലേ എന്നാണെങ്കിൽ, അല്ലെങ്കിൽ ദേ പ്ലേ എന്നാണ് വരുന്നെങ്കിൽ അവർ കളിക്കുക എന്ന് മാത്രമാണ്. അവർ കളിക്കുന്നു എന്നുള്ള അർത്ഥം വരണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു സഹായക്രിയ ഉണ്ട്. അതുകൊണ്ടാണ് ഒന്നു, പോകുന്നു, ചാടുന്നു, പാടുന്നു ആ രൂപം വരുന്നത്. ഇനി അതിനെക്കുറിച്ച് പറയാം, ഏത് സഹായക്രിയയാണ് അതിൽ ഒളിഞ്ഞിരിപ്പുള്ളത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഡു, ഡസ്,
ഡു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഡു ചെയ്യുന്നു. നേരത്തെ നമ്മൾ ക്രിയാരൂപത്തിൽ പറഞ്ഞതുപോലെ ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു, ഡസ്സും ചെയ്യുന്നു എന്നാണ്. പക്ഷേ ഒന്ന് ഏകവചനവും ഒന്ന് ബഹുവചനമാണ്. ഡൂം ഡസ്സിലും ഏകവചനേതാ ബഹുവചനേതാ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഡു ഏകവചന എന്ന് പറയും. നേരത്തെ വ്യവസ്ഥ അനുസരിച്ച് പറഞ്ഞതനുസരിച്ച് ഡു ബഹുവചനാണ്, ഡസ് ഏകവചനാണ്. ഇനി നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഗോ നമ്മളൊന്ന് പിരിച്ചെഴുതണമെങ്കിൽ എങ്ങനെ എഴുതും? ഡു പ്ലസ് ഗോ, ഗോ. ഡു ചെയ്യുന്നു പറയുമ്പോൾ ഇങ്ങനെ പറയാം, ഗോ പ്ലസ് ചെയ്യുന്നു പോകുന്നു. ഡു ഗോ, ഗോ. റൈറ്റ്, ഡു റൈറ്റ്. കം, ഡു കം. അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഹി അല്ലെങ്കിൽ ബഹുവചനം പറയാം, ദി ഗേൾസ് ഡാൻസ്. ഡാൻസിന്റെ അർത്ഥം എന്താ? നൃത്തം ചെയ്യുക എന്നാണ് അർത്ഥം. നൃത്തം ചെയ്യുക. അപ്പോ ദി ഗേൾസ് ഡാൻസ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ നൃത്തം ചെയ്യുക എന്നുള്ളതല്ല, നൃത്തം ചെയ്യുന്നു എന്നുള്ള അർത്ഥം വരണമെങ്കിൽ അതിൻ്റെ ഉള്ളില് ഒരു സഹായക്രിയയുണ്ട്. ഡാൻസിന്റെ ഉള്ളിൽ ഒരു സഹായക്രിയ ഏതാണ്? ഡു. അപ്പൊ നമ്മൾ അത് പിരിച്ചെഴുതി പഠിക്കണം. ഓരോ ക്രിയാരൂപത്തിന്റെ കൂടെ ഇങ്ങനെ പിരിച്ചെഴുതുക എന്ന് പറയും. ഡു പ്ലസ് ഗോ, ഗോ. ഡു പ്ലസ് കം, കം. ഡു പ്ലസ് റൈറ്റ്, റൈറ്റ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ആ രണ്ടാമത് എഴുതുന്ന റൈറ്റ് ഇതൊക്കെ അടിസ്ഥാന ക്രിയ. എഴുതുക, ചെയ്യുന്നു, എഴുതുന്നു. തിരിച്ചു പറയണം. പോവുക, ചെയ്യുന്നു, പോകുന്നു. ഡു പ്ലസ് ഗോ, ഗോ. അപ്പോ അടിസ്ഥാന ക്രിയാരൂപം ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഡു ഉണ്ട്. അതുപോലെ തന്നെ ഗോസ് എന്ന് വരുമ്പോൾ നമ്മൾ ആലോചിക്കണം, അടിസ്ഥാന ക്രിയയോടൊപ്പം ഡസ് ചേരുന്നത് കൊണ്ടാണ് ഗോസ് എന്ന് വരുന്നത്. അപ്പൊ നമ്മൾ ഗോസിനെ എങ്ങനെ പിരിച്ചെഴുതും? ഡസ് പ്ലസ് ഗോ, ഗോ, ഗോസ്. ഡസ് പ്ലസ് റൈറ്റ്, റൈറ്റ്സ്. ഡസ് പ്ലസ് ബൈ, ബൈസ്. ഡസ് പ്ലസ് സിംഗ്, സിങ്സ്. ഡസ് പ്ലസ് റീഡ്, റീഡ്സ്. അപ്പൊ ഗോസ് പിരിക്കുമ്പോ എന്ത് കിട്ടും? ഡസ്സും കിട്ടും, ഗോയും കിട്ടും. അപ്പൊ നമ്മൾ ഓരോന്നും അങ്ങനെ പഠിച്ചു വന്നിരിക്കുക. റീഡ്സ്, ഡസ് റീഡ്. ഡ്രോസ്, ഡസ് ഡ്രോ. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ക്രിയയെ, ക്രിയാരൂപത്തെ പിരിച്ചെഴുതുമ്പോൾ അതില് ഡസ് എടുത്ത് കഴിയുമ്പോൾ ബാക്കി അടിസ്ഥാന ക്രിയകൾ. ഗോസ് പിരിച്ചിട്ട് ഡസ് ഗോസ് എഴുതിട്ട് ഡസ് പ്ലസ് ഗോ. ഡ്രീംസ്, ഡസ് പ്ലസ് ഡ്രീം. അപ്പോ ഈ രീതിയിലാണ് നമ്മൾ ഈ ക്രിയാരൂപത്തെ വിവക്ഷിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പോ ഒരു ക്രിയാരൂപം ഗോസ് ആണെങ്കിൽ, റൈറ്റ്സ് ആണെങ്കിൽ അതിൽ അടിസ്ഥാന ക്രിയ ഡസ് ഉണ്ട്. അപ്പോ ഹി ഡ്രൈവ്സ് എ കാർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കണം, ഹി ഡസ് ഡ്രൈവ് എ കാർ. ഹി റീഡ്സ് എ നോവൽ എന്ന് പറഞ്ഞാൽ ഹി ഡസ് റീഡ് എ നോവൽ. ദേ പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ദേ ഡു പ്ലേ ഫുട്ബോൾ. ഹി സ്റ്റഡീസ് ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞാൽ ഹി ഡസ് സ്റ്റഡി ഇംഗ്ലീഷ് ഗ്രാമർ. ഹി റൺസ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹി ഡസ് റൺ ഫാസ്റ്റ്. ദേ പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ദേ ഡു പ്ലേ ഫുട്ബോൾ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ ക്രിയാരൂപത്തെ പിരിച്ചെഴുതുന്നത് അല്ലെങ്കിൽ സഹായക്രിയ പിന്നെ അടിസ്ഥാന ക്രിയയുമായിട്ട് പിരിച്ചെഴുതുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തുടർന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ കുറേ ക്രിയാരൂപങ്ങൾ എഴുതിയിട്ട് അത് പിരിച്ചെഴുതണം. SOS ചേർത്ത ക്രിയാരൂപമാണെങ്കിൽ ഡസ് പ്ലസ് അടിസ്ഥാന ക്രിയ. പ്ലേ എന്നാണെങ്കിൽ ഡു പ്ലേ. പ്ലേസ് എന്നാണെങ്കിൽ ഡസ് പ്ലേ. സപ്പോർട്ട്സ് എന്നാണെങ്കിൽ ഡസ് സപ്പോർട്ട്. സപ്പോർട്ട് എന്നാണെങ്കിൽ ഡു സപ്പോർട്ട്. അപ്പോൾ കുറേ ക്രിയാരൂപങ്ങൾ നമ്മൾ എഴുതിയെടുക്കുക. ബീറ്റ്, ഡു ബീറ്റ്. ബീറ്റ്സ്, ഡസ് ബീറ്റ്.
അങ്ങനെ ക്രിയാരൂപങ്ങൾ കുറേ എണ്ണം എഴുതിയിട്ട് ഇതേപോലെ പിരിച്ചെഴുതി വെക്കണം, മനസ്സിൽ വെക്കണം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് തുടർന്നുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് ആവശ്യമാണ്. കാരണം നമുക്ക് ക്രിയകളിൻ്റെ ഉള്ളിലുള്ള സഹായക്രിയ നമ്മൾ എടുക്കേണ്ട ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മളിപ്പോൾ ഓർത്തിരിക്കുക. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഈ 4ാം എപ്പിസോഡിന് വിരാമമിടുകയാണ്. നമ്മുടെ ഈ ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ ഓരോ പടിയായിട്ട് കേട്ട് നമ്മൾക്ക് ഈ ക്ലാസ് കഴിയുമ്പോൾ ഇംഗ്ലീഷിൽ സ്വന്തമായിട്ട് വാചകം എഴുതാനും ഇംഗ്ലീഷിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ സാധിക്കണം, കത്തെഴുതാനും ഒക്കെ സാധിക്കത്തക്ക വിധത്തിൽ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ആദ്യം മുതലേ അപ്പോൾ അത് പുതുതായി കേൾക്കുന്ന ആളുകൾ ഇതിൻ്റെ മുമ്പുള്ള കാര്യങ്ങളും കൂടി കേൾക്കാൻ വേണ്ടി തയ്യാറാകണം. ഇത് തുടർച്ചയായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ക്ലാസ് ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.